ഹായ്, ഞാൻ ശ്രീജിത്ത് കേസി. ഞാനിപ്പോൾ SBI ക്ലർക്കായിട്ട് മീനങ്ങാടി ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നു. ഭയങ്കര സീരിയസ് ഒന്നുണ്ട്, ചിരിച്ചോ. ആ പഴയ അച്ചീവർ ഒരു ധാർഷ്ട്യം ഉണ്ടല്ലേ മുഖത്ത്, നല്ല അഹങ്കാരം. കൊട്ടിയൊരു ശയന പ്രദർശനമല്ലെന്ന് എനിക്ക് ജോലി. ഞാൻ ശരിക്കും കഴിഞ്ഞ കൊല്ലം ഇവളോട് ചോദിച്ചു. അപ്പൊ ഇവള് പറഞ്ഞു ജോലി വേണം, ജോലിയാണ് മുഖ്യം ബിഗില്. എനിക്ക് ജോലി കിട്ടാൻ ഞാൻ പ്രാപിച്ചിട്ടില്ല. ഹായ്, ഞാൻ ശ്രീജിത്ത് കേസി. ഞാനിപ്പോൾ SBI ക്ലർക്കായിട്ട് മീനങ്ങാടി ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ടീമേറ്റ്സിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ടീമേറ്റ്സ് പഠിച്ചുകൊണ്ട് തന്നെ ടീമേറ്റ്സിൻ്റെ ഒരു അച്ചീവറുമായി മാറി. എൻ്റെ കൂടെ തന്നെ 2022 ആങ്കറായി നിന്ന ടീമേറ്റ്സിൻ്റെ ഫസ്റ്റ് അച്ചീവേഴ്സ് മീറ്റിൽ ആങ്കറായിരുന്ന കൃഷ്ണേന്ദു ഇപ്പോൾ RRB ക്ലർക്ക് അച്ചീവ് ചെയ്തിട്ട് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് കൃഷ്ണേന്ദുവിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഞാൻ കൃഷ്ണേന്ദു MS. ഞാൻ വടകര കുറ്റ്യാടിക്കടുത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ടീമേറ്റ്സിൻ്റെ തുടക്കം മുതലേ ഉള്ള ഒരു സ്റ്റുഡൻ്റാണ്. ഇന്ന് കേരള ഗ്രാമീൺ ബാങ്കിൽ ക്ലർക്കായിട്ട് ഇപ്പോൾ ജോലി കിട്ടി. ഞാൻ പഠിച്ചത് ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട, കെമിസ്ട്രിയാണ് പഠിച്ചത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഏട്ടൻ ആണുള്ളത്. കൃഷ്ണേന്ദുവിൻ്റെ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ വന്ന മിസ്റ്റേക്കുകൾ ആദ്യം പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം തുടക്ക സമയങ്ങളിൽ ഞാൻ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത് ഭയങ്കര കുറവായിരുന്നു. ഞാൻ കൂടുതലും ചെയ്യുക സെക്ഷണൽ ടെസ്റ്റുകൾ കുറേ ചെയ്യും. പിന്നെ ഒരു സമയം, എപ്പോഴും ഷാജി സാർ പറയുന്നതാണ് പസിൽ ചെയ്യുമ്പോൾ നമ്മൾ സമയം വെച്ച് ചെയ്യണമെന്ന്. ഞാൻ സമയം വെച്ചൊന്നും ചെയ്യില്ല, എനിക്ക് തോന്നുന്ന സമയം വരെ ഞാൻ ചെയ്യും. അപ്പം ഒറിജിനൽ എക്സാമിന് പോകുമ്പോഴത്തേക്ക് എനിക്ക് ടൈമൊന്നും, ഈവൻ റീസണിങ് പോലും ഞാൻ ഫുള്ള് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ആദ്യമൊക്കെ. പക്ഷെ അതെല്ലാം മാറ്റി കുറച്ചും കൂടി ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനനുസരിച്ചിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ എൻ്റെ സ്പീഡ് കൂടി, എനിക്ക് കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി. അതേപോലെ വേറൊരു കാര്യമാണ് കോൺഫിഡൻസ്. എനിക്ക് ഏറ്റവും കുറവുള്ള കാര്യമായിരുന്നു ഈ കോൺഫിഡൻസ്. എനിക്ക് കിട്ടുമോ എന്നുള്ള ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു. അത് മാറ്റി എനിക്ക് ഉറപ്പായിട്ട് ഇപ്രാവശ്യം കിട്ടും എന്ന് ഞാൻ ഉറപ്പിച്ചപ്പോൾ എനിക്ക് റിസൾട്ട് ഉണ്ടായി. പിന്നെ പ്രാക്ടീസ്, ഇപ്പോൾ GAL ആണെങ്കിലും മാക്സിമം ഡെയിലി GA കവർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഓരോ സബ്ജക്റ്റിനും, അത് റീസണിങ്, QA, ഇംഗ്ലീഷ്, GA, ഇതിന് ഈക്വലായിട്ട് ഞാൻ ടൈം കണ്ടു. അതിനനുസരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്തു. പിന്നെ കൂടുതലും കംപ്ലീറ്റ്ലി ഇതിൽ തന്നെ ഫോക്കസ് ചെയ്തു. അങ്ങനെ ഇതൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ റിസൾട്ടും വന്നു. പലർക്കും ഒരു എൻട്രൻസ് അല്ല എങ്കിൽ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുടുംബത്തിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെയുള്ളൊരു സപ്പോർട്ട്. പലരും നമ്മളുടെ ഈ ഒരു കാലയളവിൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എൻ്റെ ടീമേറ്റ്സിലെ തന്നെ എൻ്റെ ആ ഗ്രൂപ്പിൽ ഏറ്റവും ലാസ്റ്റ് ജോലി കിട്ടുന്ന ആളാണ് ഞാൻ. അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഭയങ്കര കൂടുതലാണ്. കാരണം ഓരോ പ്രാവശ്യം ഞാൻ ഡൗൺ ആകുമ്പോഴും എന്നെ നന്നായി ബൂസ്റ്റ് ചെയ്യും. ഈവൻ ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്കോർ ഞാൻ അയച്ചു കൊടുത്താൽ എവിടെയെല്ലാം ഞാൻ മാറ്റം വരുത്തേണ്ടതെന്ന് എന്നെ ഗൈഡ് ചെയ്യുകയൊക്കെ ചെയ്തത് എൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ ഫാമിലിയിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടും ഭയങ്കര കൂടുതലാണ്. അത് ഓരോ സമയവും, അത് ഒരിക്കൽ പോലും അത് കുറഞ്ഞിട്ടില്ല. എന്നെക്കാളും കോൺഫിഡൻ്റ് ആയിരുന്നു എനിക്ക് ജോലി കിട്ടും എന്നുള്ളത്. അത് ഇപ്പം അറിയാം, ഒരു പ്രായം കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാട്ടുകാരും എല്ലാവരും ചോദിക്കുന്നത് എന്താ, കല്യാണം കഴിക്കേണ്ടേ, സമയമായില്ലേ, അങ്ങനെ ഇങ്ങനെ. അപ്പോഴെല്ലാം തന്നെ അച്ഛൻ, നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ജോലിയാണ്, ഇൻഡിപെൻഡൻ്റ് ആവണം, എന്നിട്ട് മാത്രമേ വേറെ എന്തിനെ പറ്റിയും ചിന്തിക്കേണ്ടതുള്ളൂ എന്ന് അച്ഛനായാലും അമ്മയായാലും എൻ്റെ ഏട്ടനായാലും എനിക്ക് നല്ലൊരു സപ്പോർട്ട് തന്നത് തന്നെയാണ്. ഇത്രയും കൊല്ലം എടുത്തിട്ട് എനിക്കത് നിർത്താണ്ട് കണ്ടിന്യൂ ചെയ്യാനും ഇന്നെനിക്കിത് അച്ചീവ് ചെയ്യാനും പറ്റിയത്. ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്. ബാങ്ക് കോച്ചിങ് ആയാലും SSC കോച്ചിങ് ആയാലും അതേപോലെ ഒരുപാട് ആപ്പുകൾ. അതിൽ നിന്നെല്ലാം കൃത്യമായിട്ടുള്ളതാണോ നമുക്ക് കിട്ടുന്നതെന്ന് നമുക്കറിയില്ല. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും. കാരണം എല്ലാവരും തുടക്കക്കാരല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ടീമേറ്റ്സിലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അവർ തരും, കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി തരും. അങ്ങനെ അതൊക്കെ തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പം എന്നെയും ശ്രീജിത്തിനെയും പോലെ നമുക്ക് എല്ലാവർക്കും ആ ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. വിജയ വഴിയിലൂടെ നമുക്ക് യാത്ര തുടരാൻ സാധിക്കും. ഞങ്ങൾക്ക് ജേണിയൊന്നുമില്ല, ഇവർ ചോദിച്ച്. ഞാൻ ശരിക്കും കഴിഞ്ഞ കൊല്ലം ഇവളോട് ചോദിച്ചു. അപ്പോൾ ഇവള് പറഞ്ഞു ജോലി വേണം, ജോലിയാണ് മുഖ്യം ബിഗില്. എനിക്കൊരു റോളേ ഇല്ല, ഇവൻ തന്നെ. പിന്നെ ഞാൻ കൂടുതൽ ചോദിച്ചിട്ട് അവസരം അതും ഇല്ല ഇതും ഇല്ലാത്ത അവസ്ഥയും, ഫ്രണ്ട്ഷിപ്പും ഇല്ല, റിലേഷൻഷിപ്പും ഇല്ല. ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ജോലി കിട്ടാൻ ഞാൻ പ്രാപിച്ചിട്ടില്ല. കാരണം ഞാൻ ജയരി സാർ പറയുന്ന പോലെ ഡു ദ ബെസ്റ്റ് ലീവ് ദ റെസ്റ്റ്, ആ ഒരു ഇതിലായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഞാൻ നോക്കലേ ഇല്ല.
പക്ഷെ ഞാൻ പിന്നെ ഇതെങ്കിലും കിട്ടണേ ഓരോ കൊട്ടിയൊരു ശയന പ്രദർശനമല്ലെന്ന് എനിക്ക് ജോലി കിട്ടുന്നേ ജോലി കിട്ടിയാലേ ഇവിടെ സെറ്റ് ആവുമെന്ന് പറഞ്ഞു. പിന്നെ രക്ഷയില്ലല്ലോ. അങ്ങനെ ജോലി കിട്ടിയപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ ചോദിച്ചു, കാരണം ഇഷ്ടംപോലെ ആലോചന വരുന്നുണ്ടായിരുന്നു. ഞാനെന്നാ ശരി അടുത്ത ആഴ്ച എന്ന് വിചാരിച്ചിട്ട് നിന്നിരുന്ന ചിലപ്പം പോയ ഞാൻ സംസാരിച്ചു. ഞാനൊന്നും അറിയില്ല. ഞാനൊരു അച്ഛൻ്റെ എന്തോ റിപ്പോർട്ട് വാങ്ങാൻ കണ്ണൂർ പോകുമ്പോഴത്തേക്ക് ഇവൻ അച്ഛനെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞു. ഞാൻ ഒന്നിനും വിട്ടില്ല. ഞാൻ അക്ഷരം ഞാൻ സംസാരിക്കേണ്ടി വന്നെങ്കിൽ ഏട്ടനുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. അപ്പം ഇവള് ചോദിച്ചപ്പം ഇത് കുഴപ്പമില്ല, വീട്ടുകാർ സമ്മതിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടുകാരോട് ഏട്ടനോട് അത് സംസാരിച്ചു. ഏട്ടനോട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ പറയുന്നവിടെ നേരെ വീട്ടിൽ സംസാരിച്ചു, അച്ഛനോടും അമ്മേനോടൊക്കെ സംസാരിച്ചു. അങ്ങനെ എൻ്റെ വീട്ടിലും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അങ്ങ് പോയി. ഇവിടുത്തെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ആങ്കർ ആയിരുന്നു നമ്മൾ രണ്ടുപേരും. ഇന്നിപ്പോൾ ഇവിടുത്തെ അച്ചീവറായി. ഭയങ്കര ഹാപ്പി.